Thank you very much. First of all, I would like to First, I would like to thank all the UDF leaders who are present on stage with me today, and thank all of you, my sisters and brothers, for coming here to this meeting. ഇന്ന് ഈ വേദിയിലുള്ള എല്ലാ UDF നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ബൂത്ത് തലത്തിലുള്ള നിങ്ങളെല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. This meeting was specially organized and it should have been organized a little bit earlier, but because Parliament started straight after my election, we were not able to organize it. It was basically organized so that I could say thank you and express my deep, heartfelt gratitude to you for all the hard work you did during my election. ഈ യോഗം ഇന്ന് പ്രത്യേകമായി വിളിച്ചു ചേർത്ത് നിങ്ങൾ ഓരോരുത്തരും നേരത്തെ തന്നെ ചേരേണ്ട ഒരു യോഗമായിരുന്നു. പക്ഷെ തിരഞ്ഞെടുപ്പിന് പെട്ടെന്ന് തന്നെ പാർലമെന്റ് സെഷൻ ആരംഭിക്കുകയുണ്ടായി. അപ്പം അതുകൊണ്ട് അല്പം നീണ്ടുവരാണ്. പക്ഷെ നിങ്ങളെല്ലാവരെയും വിളിച്ചു ചേർത്തത് നിങ്ങളെ നേരിൽ കണ്ട് എൻ്റെ വിജയത്തിനുള്ള നിങ്ങളുടെ കഠിന പ്രയത്നത്തിലുള്ള എൻ്റെ കടപ്പാട് നിങ്ങളോട് അറിയിക്കുന്നതിന് വേണ്ടിയാണ്. Especially to you, I want to say thank you because from here I got the largest margin out of all. എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി നന്ദി പറയേണ്ടതുണ്ട്. കാരണം ഈ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം എനിക്ക് നിങ്ങൾ നൽകി. And for me, that means it is a symbol of how hard you worked, not just during the election, but how hard and how well connected you have been to the people of your areas, right from the last 5 years from when Raul became MP and maybe even from before that. അതിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി എനിക്ക് നിങ്ങളോട് നന്ദി പറയാനുള്ളത്, നിങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി MP ആയിട്ടുണ്ട്. അതുപോലെ അതിനു മുമ്പ് ഉള്ളത് അവർക്കെല്ലാം വേണ്ടി ഏറ്റവും ജനങ്ങളോടൊപ്പം നിന്ന് കഠിനമായ പ്രയത്നം നടത്തിയതിന്റെ പ്രതീകമാണ് ഈ വലിയ ഭൂരിപക്ഷം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. So you might be knowing that for 35 years I managed Sonia ji and Rahul ji's elections in Raebareli and Amethi. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 35 വർഷത്തോളമായി ഞാൻ അമേഠിയിലും റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാറുണ്ട്. And when I first started in Amethi, the first election of my mother in 1999, there was no organization on the ground. We did not have a team of soldiers, of warriors like you are. 1999 സോണിയാഗാന്ധിയുടെ ആദ്യത്തെ അമേഠിയിലെ മത്സരത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള യാതൊരു സംഘടനാ സംവിധാനവും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉള്ളവരെ പോലെ നിങ്ങൾ ഒരു വലിയ ഭടന്മാരെ പോലെ നിങ്ങൾ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സംഘടനാ സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. Because my father had passed away 8 years before that, and since then the organization in Amethi had become weak. നിങ്ങൾക്കറിയാം, എൻ്റെ അച്ഛൻ 8 വർഷം മുമ്പ് മരണപ്പെട്ടു പോയിരുന്നു. പക്ഷെ അതിനുശേഷം അമേഠിയിലെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. So I was 27 years old, around the age my son is today, and my job was to manage the election, and therefore during the day I used to campaign, and at night we used to sit with whichever workers we could find from that block or that area, and we would make the block committee, the booth committee and the election committee. അപ്പോൾ അന്ന് എനിക്ക് 27 വയസ്സാണ്. ഇന്ന് എൻ്റെ മകനും 27 വയസ്സാണ്. ഞാൻ അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പോകും. അവിടെ ഞാൻ പകൽ സമയം പ്രചരണത്തിൽ ഏർപ്പെടുകയും രാത്രി കിട്ടാവുന്ന പ്രവർത്തകരെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും ഉണ്ടാക്കുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയുമാണ്. So from then to now, when I stood for my own election, has been a long journey. But in this journey, I have understood very, very well the importance of the work that all of you do. അതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിൽക്കുമ്പോഴും ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴുള്ള യാത്ര, ഇന്നുവരെയുള്ള യാത്ര വളരെ വലിയ ഒരു യാത്രയാണ്. പക്ഷെ ആ യാത്രയിൽ നിങ്ങൾ ഏറ്റവും അധികം താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഇടുന്ന കഠിന പ്രയത്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. You are the backbone not just of the election and the campaign, you are the backbone of the UDF. And today, more than any other time in the history of our country, you are the backbone of the fight for our constitution and for the democratic values that we all stand for. അതുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ മാത്രമല്ല, നിങ്ങൾ ഈ സംഘടനയുടെയും UDF-ന്റെയും എല്ലാം നട്ടെല്ലാണ്. അത് മാത്രമല്ല, ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന
നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള പ്രവർത്തകരാണ്. Never in the history of India has there been a government like the one we have at the center today, which is dismantling every democratic institution systematically. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇതുപോലെ ഒരു ഭരണകൂടം തന്നെ ഒരു രാജ്യത്തിന്റെ ഭരണഘടനയും രാജ്യത്തിന്റെ സംവിധാനങ്ങളിൽ തകർക്കുന്ന ഒരു ഭരണകൂടം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. Every democratic institution that strengthens the hands of the people, that strengthens the right of the people, is under attack today. എല്ലാ ജനങ്ങളുടെ കൈകളെ ശക്തിപ്പെടുത്തുന്ന, ജനങ്ങളുടെ ആശയങ്ങളെ ശക്തിപ്പെടുത്തുന്ന എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഭരണകൂടം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Whether it is the media, the judicial system, or other democratic institutions, you must have recently seen Rahulji's press conference about the elections in Maharashtra. അത് മാധ്യമങ്ങളാണെങ്കിലും ഇവിടുത്തെ ജുഡീഷ്യറി ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളാണെങ്കിലും എല്ലാം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. The election process itself, the election commission itself has been systematically weakened. നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതികളെയും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഉൾപ്പെടെ വ്യവസ്ഥാപിതമായി ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. So today we are fighting in extraordinary circumstances that maybe none of the people before us have faced since independence. അതുകൊണ്ട് നമ്മൾ ഇന്ന് പോരാടുന്നത് വലിയ ഒരു സാധാരണമായ ഒരു സാഹചര്യത്തിലാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരിക്കലും ഇത്തരത്തിലുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല. And therefore it makes your role and your work even more important. അതുകൊണ്ട് നമ്മൾ ഈ കാലത്ത് നമ്മൾ ഏറ്റവും കഠിനമായ പ്രയത്നം, നമ്മൾ കൂടുതലായ പ്രവർത്തനം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. You stand with us in our fight for the Constitution, for its values, to strengthen democratic institutions. ഈ പോരാട്ടത്തിൽ ഈ ജനാധിപത്യ സംവിധാനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി, ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. And that is one level of your fight. അത് നമ്മുടെ ഒരു തരത്തിലുള്ള പോരാട്ടം ആണ്. I always felt when I was working in Raebareli and Amethi that we would come, we would protest, we would go back to Delhi, but the people who were protesting over there, who were being harassed by the police, who were being beaten up, FIRs were being put against them, they had a much more difficult job. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, റായ്ബറേലിയിലും അമേഠിയിലുമെല്ലാം നമ്മൾ വന്ന് അവിടെ ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിട്ട് തിരിച്ച് ഡൽഹിക്ക് പോകും. പക്ഷെ അവിടെ നിൽക്കുന്ന പ്രവർത്തകർ അവർ പോലീസിന്റെ ലാത്തിചാർജും അതുപോലെ തന്നെ FIR ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ അവരാണ് ഏറ്റവും ആ പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബാധിതരായി മാറുന്നത്. And you are the ones who are facing that front. You are the warriors who are facing all those situations right here. ആ സാഹചര്യങ്ങളെ നേരിടുന്നത് നിങ്ങളാണ്. ഈ നാട്ടിലും അതുപോലെയുള്ള സാഹചര്യങ്ങളെ നേരിടുന്ന പ്രവർത്തകർ ഏറ്റവും വലിയ ഭടന്മാരായിട്ട് നിൽക്കുന്നത് നിങ്ങളാണ്. That is why Rahulji calls you lions, Babbar Shers. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നിങ്ങളെ സിംഹങ്ങളെന്നും ബബ്ബർ ഷേറും. And he is right. അദ്ദേഹം ശരിയാണ്. So at one level that is what you are fighting for. But on the other level, your everyday work, every day in your panchayats, in your areas, when you are meeting people who have daily life problems, whether it's roads to be fixed, whether it's water, whether it's education, health services, man-animal conflict, all these daily problems where you are the person they come to for help, where you are the person who brings that problem further up the ladder to those who are sitting on stage and then to me, that in itself is a great service to democracy. അതുകൊണ്ട് അത് ഒരു തരത്തിലുള്ള പോരാട്ടമാണ്. മറ്റൊരു തരത്തിലുള്ള പോരാട്ടം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങളാണ്. വെള്ളം, കുടിവെള്ളം, അതുപോലെ തന്നെ റോഡ്, ആരോഗ്യ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒട്ടമായ അനേകം പ്രശ്നങ്ങളുണ്ട്. അത് ജനങ്ങളോടൊപ്പം നിന്ന് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നൊരു പ്രവർത്തനത്തിന്റെ തലം കൂടിയുണ്ട്. നിങ്ങളാണ് ആ പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നതും അതുവഴി എന്നിലേക്കും എത്തുന്നത്. Just by being present in those areas, just by understanding the problems, just by standing with people when they are facing bigger issues, you do a very big service. നിങ്ങളുടെ സാന്നിധ്യമുണ്ട്, നിങ്ങൾ അവിടുത്തെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അവരോടൊപ്പം തോളോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ വലിയ ഒരു സംഭാവനയാണ് ചെയ്യുന്നത്. Without even realizing it, you strengthen their rights, you strengthen democracy.
നിങ്ങൾ അറിയാതെ തന്നെ അവർ അറിയാതെ തന്നെ നിങ്ങൾ അവരുടെ അവകാശങ്ങളെ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ ജനാധിപത്യ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. Today, if we look at the whole of Wayanad Lok Sabha constituency, there are many big issues which we are facing, which we are trying to tackle. Rahul ji has been working for the last 5 years, and I intend to take up that fight with as much strength as needed. കഴിഞ്ഞ 5 വർഷം നമ്മളിപ്പോൾ വയനാട് നോക്കിയാൽ ഒട്ടേറെ വലിയ പ്രശ്നങ്ങളും ചെറിയ പ്രശ്നങ്ങളും എന്ന് വയനാട് അഭിമുഖീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം രാഹുൽ ഗാന്ധി വയനാടിന്റെ MP ആയിരുന്നപ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. ഇന്ന് ഞാനും ആ വഴിക്ക് തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. You have the problem of animal-man conflict also. In the last 1.5 months itself, 4 people have been killed by animals. നമുക്ക് ഏറ്റവും വലിയ മനുഷ്യ-വന്യജീവി സംഘർഷം എന്നുള്ള പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ ജനുവരി മുതൽ 4 പേരാണ് മനുഷ്യ-വന്യജീവി സംഘർഷത്തിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. I was here some days back and we had a meeting at the district magistrate's office with all concerned officials. And I was happy to see that they genuinely want to resolve the problem also. But there is a lack of funds for them. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം ഞാൻ അധികൃതരുമായി സംസാരിച്ചിരുന്നു, ചർച്ച നടത്തിയിരുന്നു. അവരെ സംബന്ധിച്ചോളം അവരെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് ഒരു വലിയ പ്രതിബദ്ധതയുണ്ട്. പക്ഷെ അവർക്ക് ഫണ്ടുകളുടെ പോരായ്മയുണ്ട്. ഫണ്ടുകളുടെ പോരായ്മ കൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. So in order to increase safety measures and protection for people, they need more funds. It is our job to pressurize the state government and the central government to send the funds that they require, and I intend to do that. അതുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ജനങ്ങൾക്ക് മരണപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ അവർക്ക് കൂടുതലായ ഫണ്ട് കൊണ്ടുവരേണ്ടത് നമുക്ക് കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും നമുക്ക് സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. I have also promised them that wherever I can try to get help through CSR, I will try my best to get that help for them. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എവിടെ നിന്നെല്ലാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, CSR ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ സമാഹരിക്കാൻ കഴിയുമോ അതിനെല്ലാം നമുക്ക് ശ്രമിക്കാം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. During the elections, I have talked often about strengthening the tourism sector here, showing people that it was only one small section of the entire area that was affected by the landslides, and that we can boost tourism here. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയത്ത് ഞാൻ ഇവിടുത്തെ ടൂറിസം രംഗത്തെ മെച്ചപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടായി. മേപ്പാടിയിൽ ഉണ്ടായിരുന്ന ഒരു ദുരന്തം ഒരു ചെറിയ പ്രദേശത്ത് മാത്രം ഉണ്ടായിരുന്ന, പക്ഷെ അതിനപ്പുറത്തേക്ക് വയനാടിനെ ടൂറിസം രംഗത്ത് സജീവമാക്കേണ്ടതും അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. And we have been constantly working for the adequate compensation for the survivors of the landslide, the great tragedy that took place. I am happy that at least the government has declared it a tragedy of a severe nature after all our collective efforts in Parliament, in the Assembly, and of course all of you who have collectively raised your voices for this. മാത്രമല്ല, മേപ്പാടി ദുരന്തത്തിൽപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനും പുനരധിവാസം ലഭ്യമാക്കുന്നതിന് നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മളുടെ എല്ലാ MP-മാരുടെയും ഒരുമിച്ചുള്ള ഒരു ശ്രമം മൂലം കേന്ദ്ര സർക്കാരിന് ആ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ടി വന്നിരുന്നു. അത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ആശ്വാസമാണ്. കൂടുതൽ ഫണ്ടുകൾ എത്തിക്കുന്നതിനും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധ്യമാകും. And during the election, we had also talked about strengthening agriculture and all the different beautiful spices and the crops that you grow, and how we should expose them better to the market outside. So I hope to be working on this as well. നമ്മുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കൃഷിയെ സംബന്ധിച്ചും നമ്മൾ പറഞ്ഞിരുന്നു. ആ കൃഷിയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന സ്പൈസസ് ഉൾപ്പെടെ ഉള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് വിപണനം കൂടുതൽ ശക്തമായി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പുറം ലോകത്തിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. This is a bigger size meeting today, but I hope to, as time goes on, to be able to meet as many of you as possible in smaller groups to understand each panchayat's particular issues. And I expect from you that you should be truthful to me when you come and you discuss things. ഇത് വലിയ ഒരു യോഗമാണ്. നമ്മൾ പോകെ തുടർന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഞാൻ നേരിൽ കാണുന്നതിന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പഞ്ചായത്തിലെ, നിങ്ങളുടെ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങളെ ഞാൻ അറിയുന്നതും അത് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അത്രയും ചെറിയ പഞ്ചായത്തായ ഒരു ഗ്രൂപ്പുകളുമായി സംബന്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. Throughout the election campaign and after that,
you all have given me the love of family members. You have taken me into your homes, into your families, and accepted me as one of your own. എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ സമയത്തും അതിനുശേഷവും നിങ്ങൾ ഒരു കുടുംബത്തിലെ അംഗം പോലെ എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സഹോദരിയെ പോലെ നിങ്ങൾ ചേർത്ത് നിർത്തിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. And as a mother of 2 grown-up children, I know and I understand that a very important part of being a family is to be able to tell the other person if we feel that there is something wrong, or if we feel they are going on a wrong path, or not doing something that they should be doing, or telling them what is important to do. രണ്ട് മക്കളുടെ അമ്മ എന്ന നിലയ്ക്ക് ഞാനൊരു കുടുംബത്തിന്റെ നാഥ എന്ന നിലയ്ക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മളൊരു കുടുംബത്തിൽ എപ്പോഴും പരസ്പരം നമ്മളുടെ കാര്യങ്ങൾ സംസാരിക്കുകയും നമ്മൾ എവിടെയെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും വ്യത്യസ്തമായ രീതിയിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്യാനുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ പറയുകയുമെല്ലാം ഒരു കുടുംബത്തിനകത്ത് ഉണ്ടാവേണ്ടതാണ്. So along with your love and affection, I also expect your criticism, I expect your guidance, and I expect you to tell me if you think that I am not focusing on the right things and that I need to do work differently. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും വാത്സല്യത്തിനൊപ്പം ഞാൻ നിങ്ങളുടെ വിമർശനങ്ങളും വേണം എന്ന് പറയുകയാണ്. നിങ്ങളുടെ വിമർശനങ്ങളും ഞാൻ എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാനും ഏതെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തനം നടത്തേണ്ടതെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതെങ്കിൽ അതെല്ലാം എന്നിലേക്ക് പറയുക എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. Especially because it's a great honor for me to be an MP today to follow in my brother's footsteps. പ്രത്യേകമായി ഈ രാഹുൽ ഗാന്ധി എന്റെ സഹോദരന്റെ പാലങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഈ വയനാടിന്റെ MP ആയി എനിക്ക് വരാൻ കഴിഞ്ഞത് വലിയൊരു ആദരവാണ്. And it is a journey which I am just beginning now. ഈ യാത്ര ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. So we have 4.5 years ahead of us in which we have to work together, collaborate as partners and do our best for the people of Wayanad. അതുകൊണ്ട് ഇനി 4 വർഷം നമുക്ക് മുന്നിലേക്ക് പോകാനുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് വയനാടിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ലത് നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. By Wayanad I mean the whole Lok Sabha. വയനാട് എന്ന് പറയുന്നത് മുഴുവനായിട്ടുള്ള ലോക്സഭയെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. So in this journey that I am beginning, you are my guides, you are my teachers, and I would like to learn from you. I would like to get to know each one of you better. I would like to communicate freely with all of you. അതുകൊണ്ട് ഈ യാത്രയിൽ എന്റെ മാർഗദർശികൾ നിങ്ങളാണ്, എന്റെ അധ്യാപകർ നിങ്ങളാണ്. നിങ്ങളിൽ നിന്ന് പഠിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ നോക്കുന്നത്. So I thank you once again for everything you did for me during the election, all the hard work you put in, all the houses you went to distributing pamphlets, all the family meetings that you conducted so beautifully in such an organized manner. Every time that you went and convinced someone, talked to someone and spoke to them, all that work has added up to the victory that we got, and it is not my victory, it is your victory. So I look forward to working with you for the next 4.5 years and doing our best for the constituency. Thank you very much. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ വിജയത്തിൽ നിങ്ങൾ നടത്തിയ കഠിന പ്രയത്നം, നിങ്ങൾ വീടുവിടാന്തരം കയറി നമ്മുടെ ലഘുലേഖകൾ കൊടുത്ത് അവരോട് വോട്ടുകൾ അഭ്യർത്ഥിച്ച് നിരന്തരം അവരോട് ബന്ധപ്പെട്ട് അവരിൽ പ്രചരണം നടത്തിയത് നിങ്ങളാണ്. നിങ്ങളുടെ കഠിന പ്രയത്നമാണ് ഈ വിജയം സമ്മാനിച്ചത്. അത് നിങ്ങളുടെ വിജയമാണ്. അത് അടുത്ത 4 വർഷവും നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി.